നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ നടത്തിയ പ്രതിഷേധ പരിപാടി KSTA സംസ്ഥാന പ്രസിഡന്റ് D. സുധീഷ് ഉദ്ഘാടനം ചെയ്തു. കേരള ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഫാക്ടറി തൊഴിലാളികൾക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. കയർക്രാഫ്റ്റ് കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്തിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലോക പാലിയേറ്റ് ദിനാചരണത്തിന്റെ ഭാഗമായി സ്നേഹസംഗമം സംഘടിപ്പിച്ചു. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ അരങ്ങേറിയ നാടകീയ രംഗങ്ങൾ കണ്ട അമ്പരന്ന് രോഗികളും കൂട്ടിരിപ്പുകാരും. മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി നടത്തിയ സുരക്ഷാ പരിശോധനാ പരിപാടിയാണ് ജനങ്ങളിൽ ആദ്യം അമ്പരപ്പും പിന്നീട് ചിരിയിലും കലാശിച്ചത്. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ രാപ്പകൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ നടത്തിയ പ്രതിഷേധ പരിപാടി KSTA സംസ്ഥാന പ്രസിഡന്റ് D. സുധീഷ് ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സംഘടനയായ ഫെഡറേഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ രാപ്പകൽ സത്യാഗ്രഹം സംഘടിപ്പിച്ചു. 12ാം ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, അനുവദിച്ച DA മുൻകാല പ്രാബല്യം നൽകുക, PFRDA നിയമം പിൻവലിക്കുക, പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക, കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയം തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംഘടനയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. FSCTOയുടെ നേതൃത്വത്തിൽ ഈ മാസം 16, 17 തീയതികളിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ജീവനക്കാരും അധ്യാപകരും നടത്തുന്ന രാപ്പകൽ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ഏകദിന സത്യാഗ്രഹ സമരം KSTA സംസ്ഥാന പ്രസിഡന്റ് D. സുധീഷ് ഉദ്ഘാടനം ചെയ്തു. രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ഈ കൊച്ചു കേരളത്തോട് രാഷ്ട്രീയ വിവേചനം കാണിക്കരുത്. അതാണ് പ്രധാനപ്പെട്ട മുദ്രാവാക്യം. അങ്ങനെ രാഷ്ട്രീയ വിവേചനം കാണിക്കുന്നത് കൊണ്ട് ഈ സംസ്ഥാനത്തിന് നഷ്ടപ്പെടുന്നത് എന്തൊക്കെയാണ്? ഈ സംസ്ഥാനത്തിലെ ജീവനക്കാർക്കും അധ്യാപകർക്കും അവർക്ക് അർഹതപ്പെട്ടത് കൃത്യസമയത്ത് കൊടുക്കുവാൻ ഈ സംസ്ഥാനത്തെ ഗവൺമെന്റിന് കഴിയുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് തോന്നാം, ജീവനക്കാർക്കും അധ്യാപകർക്കും ലഭിക്കുവാനുള്ള ആനുകൂല്യങ്ങൾ കിട്ടാത്തതിന് അത് കിട്ടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന സമരത്തിൽ പോലും നിങ്ങൾക്ക് ഒന്ന് തറപ്പിച്ച് ഈ ഗവൺമെന്റ് തരണം, എന്തേ തരാത്തത് എന്ന് ചോദിക്കും. FSCTO ജില്ലാ പ്രസിഡന്റ് TJ അജിത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി C. സിലീഷ് സ്വാഗതം പറഞ്ഞു. NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. രഞ്ജിനി, KGOA സംസ്ഥാന ട്രഷറർ A. ബിന്ദു, KGNA സംസ്ഥാന സെക്രട്ടറി L. ദീപ, PSC എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് VK രാജു, J. പ്രശാന്ത് ബാബു, ലെവിൻ K. ഷാജി, M. സതീഷ്, അഗസ്റ്റിൻ ജോസഫ്, P. സജിത്, B. സന്തോഷ്, S. ലക്ഷ്മി ദേവി, ബൈജു പ്രസാദ്, C. ജ്യോതികുമാർ, S. സത്യജ്യോതി, R. രാജലക്ഷ്മി, CC മായ എന്നിവർ സംസാരിച്ചു. കേരള ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഫാക്ടറി തൊഴിലാളികൾക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ആലപ്പുഴ കണ്ടന്റ് വർക്കി പാലത്തിന് സമീപം കയർക്രാഫ്റ്റ് കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേരള സർക്കാർ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഫാക്ടറി തൊഴിലാളികൾക്കായി ഏകദിന ആരോഗ്യ സുരക്ഷിതത്വ ശില്പശാല നടത്തി. വ്യവസായശാലകളിലെ തൊഴിലാളികളുടെ ആരോഗ്യം, സുരക്ഷിതത്വം, ക്ഷേമം എന്നിവയും അപകടകരമായ ഫാക്ടറികളുടെ സമീപവാസികളായ ജനങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തൽ അടക്കമുള്ള വിഷയങ്ങളിലാണ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. ആലപ്പുഴ കണ്ടന്റ് വർക്കി പാലത്തിന് സമീപം കയർകോർപ്പറേഷൻ കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച ശില്പശാലയിൽ വിവിധ സ്ഥാപനങ്ങളെ പ്രതിനിധീകരിച്ച് 100ഓളം പേർ പങ്കെടുത്തു. ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് കൊല്ലം ജോയിന്റ് ഡയറക്ടർ അനിൽ കുര്യാക്കോസ്, ഫാക്ടറീസ് ആക്ട് 1948, കേരള ഫാക്ടറീസ് റൂൾസ് 1957 എന്നീ വിഷയത്തെ അധികരിച്ചും തൊഴിലിടങ്ങളിലെ പ്രഥമ ശുശ്രൂഷ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഡോക്ടർ K. ശാന്തി കൃഷ്ണയും ക്ലാസ് നയിച്ചു. ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഡയറക്ടർ P. പ്രമോദ്, സീനിയർ ഇൻസ്പെക്ടർ L. കൈലാസ് കുമാർ, അഡീഷണൽ ഇൻസ്പെക്ടർ S. സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലോക പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി സ്നേഹസംഗമം സംഘടിപ്പിച്ചു. ആലപ്പുഴ മാരാരിക്കുളം ബീച്ചിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്.
ലോക പാലിയേറ്റീവ് ദിനാചരണത്തോടനുബന്ധിച്ച് ജില്ലാ പഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായി തുമ്പോളി കടപ്പുറത്ത് കിടപ്പ് രോഗികളുടെ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. കരുതലിലൂടെ കൈപിടിക്കാം, കൂടെ ഉണ്ടാകും എന്ന സന്ദേശമുയർത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. നേരത്തെ പി ചിത്തരഞ്ജൻ MLA സ്നേഹസംഗമത്തിന്റെ ഉദ്ഘാടനം നടത്തി. ഭിന്നശേഷിക്കാരുടെ സ്റ്റാളിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് A. മഹീന്ദ്രനും നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ S. രാധാകൃഷ്ണൻ, R. രാഹുൽ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് R. റിയാസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ VD അംബുജാക്ഷൻ, ദീപ്തി അജയ്കുമാർ, നഗരസഭാംഗം PV ബെനഡിക്ട്, പഞ്ചായത്ത് അംഗം VP ബിന്ദു, ദേശീയാരോഗ്യ ദൗത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ കോശി C. പണിക്കർ, ഷഫീഖ് എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് ആഴിയെയും സൂര്യാസ്തമയവും സാക്ഷിയാക്കി നാടൻ പാട്ടുകളും അരങ്ങേറി. കഴുത്തിനു വെള്ളം നീന്തി നീന്തി കരകടത്തിലെതകുത്താതെ കടക്കളം തന്നിൽ ഒങ്ങനെയല്ലേ അമ്പാടിയിൽ നീ വളർന്നില്ലേ കൃഷ്ണ നീ എവിടെ നീയൊരു സൂത്രം കാട്ടിയില്ലേ നിന്നെയവർ തല്ലി വിട്ടില്ലേ നിനക്കേറെ കോപം വന്നില്ലേ അമ്മാവനെ നീ വധിച്ചില്ലേ എങ്കിലും ആരു ചെയ്യും കൃഷ്ണ ഇങ്ങനെ ഭ്രാന്തനെ പോൽ കാതകുത്താതെ. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ അരങ്ങേറിയ നാടകീയ രംഗങ്ങൾ കണ്ട അമ്പരന്ന് രോഗികളും കൂട്ടിരിപ്പുകാരും. മോക്ഡ്രില്ലിന്റെ ഭാഗമായി നടത്തിയ സുരക്ഷാ പരിശോധനാ പരിപാടിയാണ് ജനങ്ങളിൽ ആദ്യം അമ്പരപ്പ് പിന്നീട് ചിരിയിലും കലാശിച്ചത്. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. രാവിലെ 11 മണിയോടെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിലേക്ക് ബൈക്കിൽ ഭാര്യയും മകളുമായി പാഞ്ഞെത്തുന്ന യുവാവ്. തടയാൻ ശ്രമിച്ച സെക്യൂരിറ്റി ജീവനക്കാരെ തള്ളിമാറ്റി ഇവർ ഡോക്ടറുടെ അടുത്തേക്ക്. ഡോക്ടറെ കാണാൻ ക്യൂവിൽ നിന്നവരുമായി തർക്കിക്കുന്നതിനിടെ കുട്ടി കുഴഞ്ഞു വീഴുന്നു. ഇതോടെ അക്രമാസക്തരായ മാതാപിതാക്കൾ ഡോക്ടറെയും ജീവനക്കാരെയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ആശുപത്രിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ആശുപത്രി അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് മിനിറ്റുകൾക്കുള്ളിൽ സ്ഥലത്തെത്തിയ സൗത്ത് പോലീസ് ഇരുവരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ആശുപത്രിയിൽ അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തു ചെയ്യാനാകുമെന്ന് ജീവനക്കാരെയും പൊതുജനങ്ങളെയും ബോധവൽക്കരിക്കാൻ സംഘടിപ്പിച്ച കോഡ് ഗ്രേ മോക്ക് ഡ്രില്ലാണ് ജനറൽ ആശുപത്രിയിൽ നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചത്. സ്പെഷ്യൽ ബ്രാഞ്ചും സൗത്ത് പോലീസും ആശുപത്രി ജീവനക്കാരുമാണ് മോക്ക് ഡ്രില്ലിൽ പങ്കാളികളായത്. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ R. സന്ധ്യ, ഡെപ്യൂട്ടി DMO ഡോക്ടർ ആനന്ദ്, നോഡൽ ഓഫീസർ ഡോക്ടർ R. അനുപമ, RMO ഡോക്ടർ PA സെൻ, ARMO ഡോക്ടർ TF ധന്യ, സ്പെഷ്യൽ ബ്രാഞ്ച് SI V. പ്രതാപൻ, ASI S. സുനിൽ ദാസ്, സൗത്ത് പോലീസ് ASI ഷാബു, സിവിൽ പോലീസ് ഓഫീസർമാരായ KJ വരുൺകുമാർ, R. സുർജിത്ത്, നഴ്സിംഗ് സൂപ്രണ്ടുമാരായ റസി P. ബേബി, N. ഹേമ, J. മിനി, JHI N. ജിജോ, PRO ബെന്നി അലോഷ്യസ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ നടത്തിയ പ്രതിഷേധ പരിപാടി KSTA സംസ്ഥാന പ്രസിഡന്റ് D. സുധീഷ് ഉദ്ഘാടനം ചെയ്തു. കേരള ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഫാക്ടറി തൊഴിലാളികൾക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. കയർക്രാഫ്റ്റ് കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്തിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലോക പാലിയേറ്റ് ദിനാചരണത്തിന്റെ ഭാഗമായി സ്നേഹസംഗമം സംഘടിപ്പിച്ചു. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ അരങ്ങേറിയ നാടകീയ രംഗങ്ങൾ കണ്ട അമ്പരന്ന് രോഗികളും കൂട്ടിരിപ്പുകാരും. മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി നടത്തിയ സുരക്ഷാ പരിശോധനാ പരിപാടിയാണ് ജനങ്ങളിൽ ആദ്യം അമ്പരപ്പും പിന്നീട് ചിരിയിലും കലാശിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.